അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ അത്ഭുത ഫലമുള്ള ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ്. ഈ ദിക്റിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മഹത്വമുള്ള ഒരു ദിക്റ് തന്നെയാണ്. നിങ്ങൾക്കിത് വിശ്വസിച്ച് ചെല്ലാം. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്, എണ്ണിയാൽ തീരാത്ത പ്രതിഫലവുമാണ്. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ ദിക്റ് ചൊല്ലിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ദിക്റ് നമുക്ക് ചൊല്ലിയിട്ട് നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിപ്പിച്ചെടുക്കാം, എല്ലാവരും എങ്ങനെയാണ് ചൊല്ലിയത്, ഏത് സമയത്താണ് ചൊല്ലിയത് എന്ന് ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ജീവിതത്തിൽ അതിയായിട്ടുള്ള ആഗ്രഹം നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെ പോവുകയും അത് നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അമല് ചെയ്തിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്റാണ്. നമ്മളെ അള്ളാഹു പഠിപ്പിച്ച് തന്നത്, നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ നാമം, ഈ ദിക്റ് നമ്മുടെ കൂടെ കൂട്ടിയാലേ നമുക്ക് ആ കാര്യത്തിൽ വിജയം കിട്ടുകയുള്ളൂ. നമ്മൾ എന്ത് കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, നിൽക്കുകയാണെങ്കിൽ, ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിൽ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ദിക്റ് നമ്മുടെ കൂടെ കൂട്ടണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടന്നു കിട്ടും. അവിടെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെ ഹറഫുകളുടെ എണ്ണം, ഈ ദിക്റിൻ്റെ മഹത്വവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ദിക്റിൻ്റെ ഹർഫുകളുടെ എണ്ണം 19 ആകുന്നു. നരക കാവൽക്കാരായ സബാനിയാക്കളുടെ എണ്ണവും 19 ആണ്. ഓരോ ഹർഫും ഓരോ സബാനിയാക്കളിൽ നിന്ന് രക്ഷ ആകുന്നു. അപ്പോൾ നമുക്ക് ഈ ദിക്റ് നമ്മുടെ കൂടെ കൂട്ടാം. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും 19 ആണ്. ഖുർആനിലെ ആകെ സൂറത്തുകൾ 114 ആണ്. ഇത് 19ൻ്റെ ഗുണനമാണ്. 6 × 19 = 114 ആകുന്നു. നമ്മൾ ചൊല്ലേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റാണ്. ഈ ദിക്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം നിറവേറുക എന്നതല്ലേ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുത വഴിയാണ് ഈ ദിക്റ് കൊണ്ട് പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് ചൊല്ലിയിട്ട് എന്നോട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു അത്ഭുത വഴിയാണ് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ബിസ്മി ഇറങ്ങിയപ്പോൾ മേഘക്കൂട്ടം മശ്രിക്കിലേക്ക് ഓടി, കാറ്റുകൾ നിശ്ചലമായിട്ടുണ്ട്, സമുദ്രം തിരയടിച്ചു, മൃഗങ്ങൾ ചെവിയോർത്തു, ആകാശങ്ങളിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞോടിക്കപ്പെട്ടു. ഏതൊരു വസ്തുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ പേര് വെക്കപ്പെടുന്നുവോ ആ വസ്തുവിന്മേൽ ബറക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു അവൻ്റെ ഇസ്സത്ത് കൊണ്ട്, ജലാലിയത്ത് കൊണ്ട് സത്യം ചെയ്തു. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ കലം ആദ്യമായി എഴുതിയത് ബിസ്മി എന്നതാകുന്നു. ഇറക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും താക്കോലാകുന്നു ബിസ്മി. ഈ ബിസ്മി ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയപ്പോൾ 3 തവണ ആവർത്തിച്ച് ഇറക്കുകയുണ്ടായി. ഇത് അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനും ആണെന്ന്, ഇത് ഇറക്കിയത് മുതൽ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇത് ഒഴിവാക്കരുതെന്നും, എങ്കിൽ നിങ്ങളെ ഞാൻ ഒഴിവാക്കുകയില്ലെന്നും അവരോട് കൽപ്പിക്കുക നബിയെ എന്നും ജിബ്രീൽ അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തി. ജീവിത വിജയത്തിനും ഷഹീദായി മരണപ്പെടാനും ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ എല്ലാ കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ഓതിക്കൊള്ളട്ടെ. ഒരാൾ ബിസ്മി എന്ന ദിക്റ് ചൊല്ലിയാൽ അവനോടൊപ്പം പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലും. ഇത്രയ്ക്ക് മഹത്വമുള്ള ഒരു ദിക്റാണ് ബിസ്മി. നമുക്ക് മുസ്ലിമായ നമുക്ക് നമ്മുടെ ഏത് കാര്യത്തിൻ്റെ കൂടെയും നമ്മൾ ബിസ്മി ചൊല്ലാൻ മറക്കരുത്. ബിസ്മി ചൊല്ലിയാൽ നമുക്ക് പ്രത്യേകം ബറക്കത്ത് അള്ളാഹു ഇറക്കിത്തരും, അത് ഉറപ്പാണ്. എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ദുആ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. എന്തായിക്കോട്ടെ, നിങ്ങളൊരു ആവശ്യത്തിന് പുറപ്പെടുകയാണെങ്കിൽ ബിസ്മി ചൊല്ലുക. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ചൊല്ലിയാൽ അള്ളാഹു ഇതിനുള്ള പ്രതിഫലം തരും. നമ്മൾ ബിസ്മി വെച്ചിട്ടാണ് ചൊല്ലുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. ചൊല്ലി നോക്കട്ടെ, ഫലം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ചൊല്ലരുത്. ഉറപ്പായിട്ടും എൻ്റെ പടച്ച റബ്ബ് ഞാൻ ഈ ദിക്റ് ചൊല്ലി ചോദിച്ചാൽ എൻ്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടും.
നമുക്ക് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. നമുക്ക് ഇന്ന് തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിലും 2 ദിവസം വൈകിയാണെങ്കിലും അല്ലെ കുറച്ച് ദിവസം വൈകിയാണെങ്കിലും പടച്ച റബ്ബ് ഹൈറായ രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുക എന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടെ നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ചൊല്ലേണ്ട രീതിയാണ് 12,000 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ചൊല്ലേണ്ടത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ 1000 തവണ ആരോടും സംസാരിക്കാതെ കിബിലക്ക് മുന്നിട്ട് ഇഖ്ലാസോട് കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ശേഷം നബിയുടെ ഹദറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇങ്ങനെ 12 പ്രാവശ്യവും ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ ദുആ അള്ളാഹു എളുപ്പം സ്വീകരിക്കും. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുക. ചൊല്ലി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും സലാത്തൊക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നല്ല നിയ്യത്തോടു കൂടി ചൊല്ലാൻ വേണ്ടിയും ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, ഇഹത്തിലും പരത്തിലുമുള്ള എന്ത് ആവശ്യമായിക്കോട്ടെ, എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, നിങ്ങൾ ഈ രൂപത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും കിട്ടും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾ ഒറ്റൊരു ദിവസം കൊണ്ട് 12,000 നിങ്ങൾ ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഒരു രാത്രി നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി ദിക്ർ ചൊല്ലാൻ വേണ്ടി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി 12,000 ബിസ്മി നിയ്യത്ത് വെച്ച് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ 1000 പ്രാവശ്യം ചൊല്ലുമ്പോഴും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് പടച്ച റബ്ബ് മുന്നിലുള്ളതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറയും പോലെ മനസ്സിൽ കണ്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുകി പ്രാർത്ഥിക്കുക. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം ഉടനടി നടന്നു കിട്ടും. ഒരു ദിവസം കൊണ്ട് തന്നെ നടന്നു കിട്ടും എന്നതാണ് സത്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഹൈറായ സമയത്ത് തരും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. അള്ളാഹു ഉറപ്പായിട്ടും ഫലം തരും എന്ന് 100% ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്കും എനിക്കും ഉപകാരപ്പെടട്ടെ. ആവശ്യമുള്ളവർക്കും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.